Hi all. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓർഗാനിസം സാൽമോണല്ലയാണ്. So Salmonella is a genus of rod-shaped bacillus, rod-shaped organism which comes under a gram-negative bacteria of the family of Enterobacter. And it was first isolated by Salmon and Smith in 1885, isolated for the first time, and the organism named because of the discoverer. And these kinds of organisms have a widespread in animals including man, and mainly പിന്നെ എവിടെയൊക്കെ കാണുന്നത് പിഗ്സിന്റെ ഇൻഡസ്റ്റൈൻ, കൗസ്, ഗോട്ട്, ഷീപ്സ്, റോഡൻസ്, ഹെൻസ്, ഡക്ക് ആൻഡ് പോൾട്രി ഇതിൻ്റെയൊക്കെ ഇൻഡസ്റ്റൈനിൽ നമുക്കിതിനെ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ ഈ ഓർഗാനിസം തന്നെ സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി ഈ രണ്ട് ഓർഗാനിസംസ് ആണ് ഹ്യൂമൻസിനെ പാത്തോജനിക്കലി ഇൻഫെക്ട് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ആണ് ഉള്ളത്, സാൽമണല്ല എൻട്രിക്ക ആൻഡ് സാൽമണല്ല ബൊങ്കോറി. ഈ സാൽമണല്ല എൻട്രിക്ക എന്ന് പറയുന്നത് അഗെയിൻ ഫർദർ ഡിവൈഡഡ് ഇൻടു 6 സബ്സ്പീഷീസ് വിച്ച് ഈസ് സാൽമണല്ല എൻട്രിക്ക. അതിന് 6 സബ്സ്പീഷീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻട്രിക്ക, സലാമെ, അരിസോണെ, ഡയറിസോണെ, ഹോട്ടിനെ ആൻഡ് ഇൻഡിക്ക. ഇങ്ങനെ ഒരു 6 എണ്ണമായിട്ട് നമ്മൾ സബ്സ്പീഷീസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാൽമണല്ല ബൊങ്കോറി അതിന് അഗെയിൻ വേറെ ഒരു സബ്സ്പീഷീസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇല്ല. ആൻഡ് ഇറ്റ് മെയിൻലി കോസ് 3 ടൈപ്സ് ഓഫ് ഡിസീസ് ഇൻ ഹ്യൂമൻസ്, ദാറ്റ് ഈസ് എൻട്രിക് ഫീവർ, എൻട്രോകോൾട്ടൈസ് ആൻഡ് സെപ്റ്റിസിമിയ. ഈ 3 ടൈപ്പ് ആയിട്ടുള്ള ഡിസീസുകളാണ് സാൽമണല്ല humans. So again we are comes to the morphology. So the gram-negative rods are with an approximately size of 2 to 4 into 0.6 micrometer in diameter, and non-sporing, non-capsulated, usually motile, having peritracheal flagella, exception Salmonella gallinaриum and Salmonella pullorum. ഈ രണ്ടിന് മാത്രം ഫ്ലജല്ല ഉണ്ടാവില്ല. ബാക്കി എല്ലാ സ്പീഷീസുകൾക്കും പെരിട്രൈക്കസ് ഫ്ലജല്ലോട് കൂടിയുള്ള മോട്ടിലിറ്റി ഉണ്ട്. ആൻഡ് ദേ മേ പൊസസ് ഫിംബ്രിയെ which is mannose-sensitive and heme-agglutinating. Okay, and this organism is non-acid fast. Cultural characteristics of this organism എന്ന് പറയുന്നത് temperature range between 7 to 48 degrees Celsius and optimum temperature is 37 degrees Celsius, and having a pH of 4 to 8 and water activity is 0.9 to 0.93. And maybe this organism is aerobes and facultatively anaerobic organism, and many strains are prototrophic. Prototrophic എന്ന് വെച്ച് കഴിഞ്ഞാൽ capable of growing on a glucose ammonium minimal medium. നല്ല ഗ്രോത്ത് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോട്ടോട്രോഫിക് എന്ന് പറയുന്നത്. while some are oxotrophic, so they require enrichment of some amino acids or vitamins on a minimal medium. Most typhi strains require tryptophan. Tryptophan എന്ന് പറയുന്ന അമിനോ ആസിഡ് വേണം മിക്ക സ്ട്രെയിൻസിനും. and they can grow on ordinary culture media. ന്യൂട്രിയൻ അഗാറിലും ബ്ലഡ് അഗാറിലും കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ്ലി ലാർജർ, അതായത് 2 to 3 mm ഡയമീറ്റർ ഉണ്ടാകും. ഗ്രേ, വൈറ്റ്, മോയിസ്റ്റ് സർക്കുലർ ഡിസ്ക് വിത്ത് സ്മൂത്ത് കോൺവെക്സ് സർഫസ് ആൻഡ് എൻഡർ എഡ്ജ് കോളനീസ് ആണ് ഫോം ചെയ്യുന്നത്. കോളനീസ് ഓഫ് പാരാടൈഫി എ and pullorum are relatively small, and paratyphi B gives a large mucoid colonies. In peptone water and nutrient broth strains gives a abnormal growth with uniform turbidity, thin pellicle forms or prolonged incubation. നമുക്ക് പറയാൻ പറ്റും. ഇൻ മെക്കോൺകി അഗാർ കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൽ യെല്ലോ കളർ ആണ്, 1 to 3 mm ഡയമീറ്റർ ആണ്, നോൺ ലാക്ടോസ്വർമിൻ ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് പിങ്ക് കളറിലെ കോളനീസ് ഉണ്ടാവില്ല, പെയിൽ യെല്ലോ കളറിലെ കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. ബ്രില്യൻ ഗ്രീൻ മെക്കോൺകി അഗാറിനകത്ത് അതായത് അഡീഷൻ ഓഫ് ബ്രില്യൻ ഗ്രീൻ ഡൈ 0.004 gram per liter on
McConkie agar inhibits the E. coli and Proteus and other commensals of intestines. ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനകത്തുള്ള കോളനീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ കോൺവെക്സ് പിൽ ഗ്രീൻ ട്രാൻസ്ലൂസൻ 1 to 3 mm ഡയമീറ്റർ കോളനി ചെയ്യാം. DCA അഗാറിനകത്ത് കോളനീസ് ആർ പെയിൽ നിയർലി കളർലെസ് ഷൈനി ആൻഡ് ട്രാൻസ്ലൂസൻ കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. സംടൈംസ് മേ ഹാവ് എ ബ്ലാക്ക് സെന്റർ, അതായത് ഒരു കറുത്ത കളറിലെ സെന്ററും ചിലപ്പോൾ ഒരു ക്ലിയർ സോണും ഉള്ള കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. ഇൻ XLD അഗാറിനകത്ത് H2S പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ പിഗ്മെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. സാൽമണല്ല പ്രൊഡ്യൂസ് പിങ്ക് റെഡ് കോളനീസ് ഹാവിംഗ് size 3 to 5 mm in diameter with black center colonies. ആ ബ്ലാക്ക് കളർ വരാനുള്ള കാരണം H2S ന്റെ പ്രൊഡക്ഷൻ ആണ്. സാൽമണല്ല ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് H2S, മോസ്റ്റ് സ്ട്രെയിൻസ് ഓഫ് സാൽമണല്ല പാരടൈഫിയുടെ സ്ട്രെയിൻസ് മാത്രമാണ് H2S പ്രൊഡ്യൂസ് ചെയ്യാത്തതുള്ളത്. ഫോം പിങ്ക് റെഡ് കോളനീസ് വിത്തൗട്ട് ബ്ലാക്ക് സെന്റർ കോളനീസ് ആയിരിക്കും അതിനകത്ത് ഫോം ചെയ്യാം. ഇൻ SS അഗാറിനകത്ത് colonies are colorless. The Salmonella typhi gives a black center colonies. In SMID agar, colonies of both typhi and paratyphi gives red color colonies. And enrichment media in the tetrathionoate broth, selenate F broth, Kaufman-Muller tetrathionate broth with brilliant green, Rapport's malachite green, magnesium chloride broth. Media use ചെയ്യുന്നത്. നെക്സ്റ്റ് ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് സാൽമണല്ല. സോ they can't ferment sugars like lactose, sucrose, salicylene or adenotol, but glucose, maltose, mannitol, arabinose, daltenol and sorbitol അതിന് ഫെർമെന്റ് ചെയ്യാൻ പറ്റും. കാറ്റലൈസ് പോസിറ്റീവ് ആണ് ആൻഡ് ഓക്സിഡൈസ് നെഗറ്റീവ്. ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും gas produced from glucose fermentation, but Salmonella typhi do not produce any gas. Gas production ഉണ്ടാകും, പക്ഷേ സാൽമണൽ ടൈഫിക്ക് മാത്രം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഡോൾ നെഗറ്റീവ്, MR പോസിറ്റീവ്, VP നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സിട്രേറ്റ് പോസിറ്റീവ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി എ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. H2S പ്രൊഡക്ഷൻ ഉണ്ടാകും. നേരത്തെ പറഞ്ഞിരുന്നതാണ് അതിന് ബ്ലാക്ക് കളർ വരുന്നതുകൊണ്ട് H2S പ്രൊഡക്ഷൻ ഉണ്ടാവും. Salmonella typhi പോസിറ്റീവ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാൽമണല്ല പാരാടൈഫി ഇറ്റ് ഇസ് നെഗറ്റീവ്. ട്രിപ്പിൾ ഷുഗറിനകത്ത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. H2S നെഗറ്റീവ് ആണ്. സാൽമണല്ല പാരാടൈഫിയില് ആൽക്കലൈൻ ആസിഡ് ബട്ട് ആണ്. H2S പോസിറ്റീവ് ആണ് പറയുന്നത്. ലൈസിൻ ഡി കാർബോക്സിലേസ് പോസിറ്റീവ് ആണ്. സാൽമണല്ല പാരാടൈഫിക് എക്ക് നെഗറ്റീവ്. ONPG നെഗറ്റീവ് ആണ്. ജലാറ്റിൻ ലിക്വിഫേഷൻ നെഗറ്റീവ്. നൈട്രേറ്റ് റിഡക്ഷൻ പോസിറ്റീവ്. നൈട്രേറ്റിനെ റിഡക്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് നൈട്രേറ്റ് പോസിറ്റീവ് ആണ്. KCN കേപ്പബിൾ ടു ഗ്രോ ഇൻ KCN. സോ നെക്സ്റ്റ് ഈസ് എപ്പിഡെമോളജി. സോ സാൽമണല്ല എന്ന് പറയുന്നത് ഒരു പ്രൈമർലി ഒരു ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ് ഓഫ് ഇൻ ഹ്യൂമൻസ് ആൻഡ് മെനി ആനിമൽസ് ഇൻക്ലൂഡിംഗ് വൈറ്റ് ബേർഡ്സ്, domestic pets, rodents, and they may be isolated from the blood and internal organs of this particular organism, and they found frequently in sewage, rivers, other water and soil, which they do not multiply significantly. So under suitable condition മാത്രമാണ് they can survive in waters and soil for years. നല്ല സ്യൂട്ടബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് അതിനൊരു വർഷങ്ങളോളം വാട്ടറിലും സോയിലിനകത്തൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദേ ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം മെനി ഫുഡ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് കണ്ടാമിനേറ്റ്സ് ഓഫ് അനിമൽ പ്രോട്ടീൻ ഫീഡ് സപ്ലിമെന്റ്സ്. ആൻഡ് virulent factors of this particular organism is endotoxin or antigen, invasions, factors involved in resistance to phagocytosis, that is catalase, superoxide dismutase, difference, and acid tolerance response ATR gene protect organism from stomach acid, VA antigen or virulence antigen. So pathogenesis എന്ന് പറയുമ്പോഴത്തേക്കും സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി എ, സാൽമണല്ല പാരാടൈഫി ബി ആർ മെയിൻലി ദി ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒന്നാണ്. മെനി ഇൻഫെക്ഷൻസ് ഡ്യൂ ടു ദ ഇൻജക്ഷൻ ഓഫ് ദ കണ്ടാമിനേറ്റഡ്
food and also due to the zoonotic and can be transferred between humans and non-humans. Infection mainly occurs almost to the ഓറൽ റൂട്ട്, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വാ വഴിയായിട്ടുള്ള ഓറൽ റൂട്ടാണ് മെയിൻലി ഇൻഫെക്ഷൻ. സോ ഇതൊരു പിക്ചറാണ് അതിന്റെ, എങ്ങനെയാണ് ഏത് സൈഡിലൊക്കെയാണ് ഇഞ്ചക്ഷൻ, ഫുഡ് പോയിസണിങ് അതൊക്കെ കാണിച്ചിരിക്കുന്നത്. സ്മോൾ നമ്പർ ഓഫ് സാൽമണല്ല ടൈഫി ക്യാൻ കോസ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പാരാടൈഫോയിഡ് ഒക്കെ ഉണ്ടാവാനായിട്ട് ലാർജ് ഡോസ് ഓഫ് ഓർഗാനിസം ക്യാൻ ബി നീഡഡ്. And virulent strains of Salmonella can survive gastric acidity and penetrate intestinal mucosa and submucosa. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള ആസിഡ് തന്നെ ഒരുവിധം ആ ആസിഡിസിറ്റി കാരണം ഒരുവിധം ഓർഗാനിസത്തിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് വിറുലന്റ് സ്ട്രെയിൻ, അതായത് വിറുലൻസി കൂടുതലുള്ള സാൽമണല്ല ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗാസ്ട്രിക് ആസിഡിന് അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. സോ later they will be penetrated to the intestinal mucosa and submucosa, and they are facultative intracellular pathogen that can enter via macropinosomes. And only Salmonella typhi is principally systematic invasive. Salmonella typhi മാത്രമാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവസീവ് ആവുന്നത്. ഈ ഒരു ഓർഗാനിസം ആണ് നമുക്ക് എന്ത് കോസ് ചെയ്യുന്നത്? ടൈഫോയിഡ് ഫീവർ, പാരാടൈഫോയിഡ് ഫീവർ ആൻഡ് ഫുട്ബോൾ ഇൽനെസ് ഒക്കെ. സോ ഇതാണ് പിക്ചറാണ്. സാൽമണല്ല ടൈഫി നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിലൂടെ കടക്കുകയും പിന്നെ അത് ഇൻഫെക്ഷൻ ആവുകയും പിന്നെ നമ്മുടെ ലിംഫോനോഡ് വഴി സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ആണ്. മെയിൻലി ക്ലിനിക്കൽ ഡിസീസ് നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പ് ആയിട്ടുള്ള ഡിസീസുകളാണ് കോസ് ചെയ്യുന്നത്: എൻട്രിക് ഫീവർ, സെപ്റ്റിസീമിയ ആൻഡ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. സോ എൻട്രിക് ഫീവർ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഇൻക്ലൂഡ് ടൈഫോയിഡ് ഫീവർ ആൻഡ് പാരാടൈഫോയിഡ് ഫീവർ ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സാൽമണല്ല ടൈഫി ആൻഡ് സാൽമണല്ല പാരാടൈഫി. So it is the picture of enteric fever, അതായത് ടൈഫോയിഡ് ഫീവർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ്. എത്ര സമയമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ എന്നുള്ളത്. അതൊരു ക്ലിനിക്കൽ സയൻസ് വരാനായിട്ട് 10 to 40 days വരെ എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ വഴി ഓറൽ റൂട്ട് വഴി നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നു. എന്നിട്ട് അത് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിനകത്തോട്ട് ലൈൻ ചെയ്തിട്ട് അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ന്യൂക്ലിയർ സെൽ റെസ്പോൺസ് ഉണ്ടാകും. റിമെയിൻസ് വയബിൾ ആഫ്റ്റർ എൻഗൾഫ്മെന്റ് ഓഫ് മാക്രോഫേജ്. അത് കഴിയുമ്പോൾ ഇൻട്രാസെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. കണ്ടിന്യൂസ് ദ സെൽസ് റെക്ടിനോ എൻഡോത്തീലിയൽ സിസ്റ്റം, ലിവർ, സ്പ്ലീന്, ബോൺമാരോ ഒക്കെ വഴി ഹൈപ്പർ പ്ലാസ്മിക് ചേഞ്ചുകൾ ഉണ്ടാവുക ലിംഫ് നോഡ് ടിഷ്യൂസിനകത്തൊക്കെ. പിന്നെ എന്താ സംഭവിക്കുക? ബവൽ സിസ്റ്റത്തിൽ വരിക, ലിവർ അവിടെയൊക്കെ ഇൻഫെക്റ്റഡ് ആവുക, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ആൻഡ് 10 to 40 days ആണ് മെയിൻലി സെപ്സിസിന്റെ ഒക്കെ ഇൻക്യുബേഷൻ. നെക്സ്റ്റ് സെപ്റ്റിസീമിയ മെയിൻലി കോസ് ചെയ്യുന്നത് സാൽമണല്ല ക്ലോറ ഏറിയോസിസ് ആൻഡ് സാൽമണല്ല പാരാടൈഫി സി. ഈ 2 ഓർഗാനിസം ആണ് മെയിൻലി സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ മെയിൻലി ഓറൽ റൂട്ട് വഴിയാണ് ഉണ്ടാവുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കുറവായിരിക്കും എൻട്രിക് ഫീവറിനെ അപേക്ഷിച്ച്. നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. സോ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് മെയിൻലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ലൈക്ക് മിൽക്ക്, എഗ്, മീറ്റ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. സാൽമണല്ല ടൈഫി മ്യൂറിയം എന്ന് പറയുന്ന ഓർഗാനിസം ആണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അത് കൂടാണ്ട് തന്നെ സാൽമണല്ല എൻട്രിഡൈഡസ്, സാൽമണല്ല ന്യൂപോർട്ട്, സാൽമണല്ല ഡുബ്ലിൻ എന്ന് പറയുന്ന ഓർഗാനിസങ്ങളൊക്കെ ഇരിക്കും. ലബോറട്ടറി ഡയഗ്നോസിസിൽ സ്പെസിമെൻസ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫസ്റ്റ് 10 days ആൻഡ് ഡ്യൂറിങ് ദ 3rd weeks. ഈ സമയത്തുള്ള ബ്ലഡ് സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫീസസ് ആണെന്നുണ്ടെങ്കിൽ 2nd week ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് 3rd week ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. യൂറിൻ എന്ന് പറയുമ്പോഴത്തേക്കും 2nd week ഇന്റർവെല്ലാണ് നമ്മൾ എടുക്കുന്നത്. വൊമിറ്റിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പോയിസണിങ് ഒക്കെ വന്ന കേസിൽ നമ്മൾ വൊമിറ്റിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ക്ലോണിക് സാൽമണലാസിസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൺ മാരോ എടുക്കുകയാണ് ബ്ലഡിന് പകരമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയാണ് ലാബ് ഡയഗ്നോസിസിൽ ഫസ്റ്റ് വരുന്നത്. ഗ്രാം നെഗറ്റീവ് റോഡ്സ് ആണോ എന്ന് നോക്കുക. ഫീക്കൽ സ്പെസിമെൻസ് ആണ് മെയിൻലി എടുക്കുന്നത് നമ്മള്. പിന്നെ ലേറ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഒക്കെ
പറയാറുണ്ട്. ഫുഡ് പോയിസണിങ് സാമ്പിൾസ് മേ കണ്ടെയ്ൻ ഫ്യൂ പസ് സെൽസ് ആൻഡ് റെഡ് സെൽസ്. ആൻഡ് കളക്ഷൻ ഓഫ് സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെറൈല് സ്ക്രൂ ക്യാപ്ഡ് ബോട്ടിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഷുഡ് ബി പ്രൊസീഡഡ് ആസ് സൂൺ ആസ് പോസിബിൾ ആണ് പറയുന്നത്. ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫീസസിന്റെ കേസിലൊക്കെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ട്രാൻസ്പോർട്ട് മീഡിയം ആൻഡ് ഫീക്കൽ ആൻഡ് റെക്ടൽ സാമ്പിൾസ് ഇൻ സ്റ്റുവേർഡ് സ്റ്റാപ്പ് ട്രാൻസ്പോർട്ട് മീഡിയ ാണ് നമ്മൾ പറയുന്നത്. കൾച്ചറും നമ്മൾ ചെയ്യാറുണ്ട്. ബയോകെമിക്കൽ റിയാക്ഷൻസ് സ്റ്റഡി ചെയ്യും. സെറോളജിക്കൽ ലൈക്ക് വൈഡാൽ ടെസ്റ്റ്, സാൽമോണല്ലയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് ക്ലോറാംഫെനിക്കോൾ, ആംബിസിലിൻ ഓർ ട്രൈമെത്തിൽപോറിയം, സൾഫാമൈഡ്, തയോക്സോൾ, സിപ്രോഫ്ലോക്സിൻ ആൻഡ് നോറോഫ്ലോക്സൈൻ ഇതൊക്കെയാണ് നമ്മൾ ഇട്ടത്. സോ താങ്ക് യു.